വള്ളസദ്യയും പള്ളിയോടങ്ങളും എന്നപോലെ തന്നെ ആറന്മുളയെ സംബന്ധിച്ച് അവരുടെ പ്രത്യേക കലാ പാരമ്പര്യമായ ആറന്മുള കണ്ണാടിയും നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണല്ലോ. ഇന്ന് നമുക്ക് ആറന്മുള കണ്ണാടിയുടെ ചില നിർമ്മാണത്തിൻ്റെ ചില ഘട്ടങ്ങളൊന്ന് മനസ്സിലാക്കിയാലോ. ഇതൊരു പ്രത്യേക തരം ചെളി കുഴച്ചിട്ട് ഒരു പ്രത്യേകതരം മണ്ണ് കൂടി ചേർത്തിട്ട് ചെളി കൂട്ടി കുഴച്ചിട്ട് അതിനൊരു മോൾഡ് ഉണ്ടാക്കും. ആ മോൾഡിലോട്ട് ചെമ്പും വെളുത്തീയവും അവർക്ക് മാത്രം അറിയാവുന്ന ഒരു അനുപാതത്തിൽ മിക്സ് ചെയ്ത് ആ മോൾഡിലോട്ട് ഇട്ട് വെക്കുന്നു. പിന്നീട് അത് അടുപ്പ് ചൂളയിൽ അത് ചുട്ടെടുക്കുന്നു. അപ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലോട്ടുള്ളൊരു പരുവമായി കഴിഞ്ഞിരിക്കും. ഇത് ഫ്രെയിമുകളൊക്കെ തയ്യാറാക്കുന്ന ഒരു സ്ഥലമാണ്. ആറന്മുള കണ്ണാടി നമുക്ക് സ്റ്റാൻഡിൽ വെക്കുന്ന രീതിയിൽ, അല്ലെ കയ്യിൽ പിടിക്കുന്ന രീതിയിൽ, അങ്ങനെ പല രീതിയിലുള്ള പല ആകൃതിയിലുള്ള കണ്ണാടികൾ ലഭ്യമാണ്. അപ്പോൾ ഫ്രെയിമുകൾ സെറ്റ് ചെയ്യുന്ന സ്ഥലമാണിവിടെ. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം ലോഹത്തിൻ്റെ പാളിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ചൂളയിൽ ചുട്ടെടുക്കുന്ന ലോഹം ഒരു പ്രത്യേക ആകൃതിയിൽ, നമുക്ക് ആവശ്യമായിട്ടുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം വെൽവെറ്റ് ഉപയോഗിച്ച് നല്ലതായിട്ട് പോളിഷ് ചെയ്താണ് കണ്ണാടിയുടെ രൂപത്തിലോട്ട് മാറ്റുന്നത്. 1000 രൂപ മുതലുള്ള കണ്ണാടികൾ നമുക്ക് ലഭ്യമാണ്. മുഖം നോക്കുവാൻ എന്നതിലുപരിയായിട്ട് 8 പ്രധാന മംഗളകർമ്മങ്ങൾക്കും ഈ കണ്ണാടി നമുക്ക് ഉപയോഗിക്കാം. മെറ്റലിൽ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ സാധാരണ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് മിറർ പോലെ നിലത്ത് വീണാൽ അത്ര പെട്ടെന്ന് പൊട്ടി പോകുകയുമില്ല.